നമസ്കാരം. പുനലൂരിലെ അഭയകേന്ദ്രത്തിലെ വൃദ്ധരെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് ബ്രഹ്മദാസ് എന്ന ചെറ്റ. ക്ഷമിക്കണം കേട്ടോ എല്ലാവരും. ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിലെ പ്രതിയാണ് ഇയാൾ എന്ന് ഓർക്കണം. ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ കുറെ മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു. അവർ ഇയാളുടെ വീഡിയോ പകർത്തി. ആ പകർത്തുന്ന സമയത്ത് മീഡിയയെ നോക്കി പച്ച തെറി പറയുക, തുപ്പുക, തുണി പൊക്കി കാണിക്കാൻ ഒരുങ്ങുക. അത്രയും പോലീസുകാരുടെ നടുക്ക് വെച്ചാണ് ഇയാൾ ഇമാതിരി തെമ്മാടിത്തരം കാണിക്കുന്നതെന്ന് ഓർമ്മ വേണം. എത്ര വലിയ ഒരു കേസിലെ പ്രതിയാണ് ഇയാൾ എന്നുള്ള ഗൗരവവും നമുക്ക് വേണം. അപ്പോൾ ഇയാൾക്ക് എന്തുകൊണ്ട് അതിന് സാധിച്ചു? ഇതിനു മുമ്പ് ഞാൻ ഇതേപോലെയുള്ള കണ്ടന്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. എത്രത്തോളം ധൈര്യമുണ്ട്? എന്ത് ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമപ്രവർത്തകരെ തെറി വിളിക്കുന്നതും തുപ്പുന്നതും തുണി പൊക്കി കാണിക്കാൻ ഒരുങ്ങുന്നതും ഒക്കെ? അപ്പോൾ ഈ പോലീസുകാർക്ക് എന്തു വിലയാണ് കൊടുക്കുന്നത്? നിയമത്തിനോട് ഇയാൾക്ക് എന്തു പേടിയാണുള്ളത്? എന്ത് മര്യാദയാണ് ഇയാൾ നിയമത്തിന് കൊടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അത് മാത്രമല്ല, ഇങ്ങനെ ഇത്രയും പോലീസുകാരുടെ നടുക്ക് വെച്ച് പബ്ലിക്കായിട്ട് മാധ്യമപ്രവർത്തകരോടുള്ള പെരുമാറ്റം ഇതാണെങ്കിൽ ആ അഭയകേന്ദ്രത്തിലെ വൃദ്ധരോടുള്ള ഇയാളുടെ പെരുമാറ്റം എന്തായിരുന്നിരിക്കും? ഞാൻ ഇന്നലെയും ഒരു വീഡിയോ ചെയ്തപ്പോൾ സൂചിപ്പിച്ചു, ഇങ്ങനെയുള്ള പ്രതികളെയൊക്കെ തെളിവെടുപ്പിന് കൊണ്ടുവന്നാലും വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവന്നാലും ചിലപ്പോൾ അവിടെ മീഡിയക്കാർ കൂടും, അല്ലെങ്കിൽ പൊതുജനം കൂടും. അവരൊക്കെ ചിലപ്പോൾ തെറി ഇയാളെ വിളിച്ചെന്ന് വരും, അല്ലെങ്കിൽ ഒന്ന് കൈവയ്ക്കാൻ തുനിഞ്ഞെന്ന് വരും. അതൊക്കെ നാട്ടുകാരുടെ സ്വാഭാവിക പ്രതികരണമായിട്ട് കാണാനുള്ള ഒരു നിയമം ഇവിടെ വരണം. ജനങ്ങൾക്ക് അങ്ങനെയെങ്കിലും ഇയാളോടൊക്കെ ഒന്ന് പ്രതികരിക്കാനുള്ള ഒരു അവസരം കൊടുക്കണം. ദയവ് ചെയ്ത് അയാളെ തല്ലുകയും കൊല്ലുകയും ഒന്നും വേണ്ട. അയാളുടെ മുഖത്ത് നോക്കി രണ്ട് വർത്തമാനമെങ്കിലും പറയാനുള്ള ഒരു അവസരം പോലീസുകാരായിട്ട് കൊടുക്കണം എന്നുള്ളത് ഒരു അപേക്ഷയാണ്. ഇയാൾ ഇത്രയും തെറ്റ് ചെയ്തിട്ടും വീണ്ടും നാട്ടുകാരോടാണ് ഇയാളുടെയൊക്കെ രോഷം. ഇതുപോലെ തന്നെ പല പ്രതികളെയും തെളിവെടുപ്പിനൊക്കെ കൊണ്ടുപോകുന്നതിനിടയിൽ വല്ലാത്ത രീതിയിലുള്ള തെറിവിളികളും നടുവിരൽ ഉയർത്തി കാണിക്കലും ഇതൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ. കഞ്ചാവ് കേസിലെ പ്രതികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ചിരിച്ച് കാണിക്കുക, ആ ഫോട്ടോ എടുത്തോടാ, ആ നല്ല പോലെ ഫോട്ടോ എടുക്കണേ എന്നൊക്കെ പറഞ്ഞ് അതിന് പോസ് ചെയ്യുക. നമ്മളെ വെറും മറ്റതാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, ആംഗ്യങ്ങൾ, ഇതൊക്കെ കാണിക്കാനാണ് ഇവരുടെ ജോലി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാട്ടലിന്, ഇങ്ങനെയുള്ള ഒരു പ്രഹസനത്തിന് പോലീസുകാരായിട്ട് ഒരു അറുതി വരുത്തണം. ഇവന്മാരെ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഒന്നുമില്ലെങ്കിൽ ഇവന്മാരോട് പറയണം, അവിടേക്ക് ആളുകൾ കാണും, മര്യാദയ്ക്ക് നിൽക്കാൻ പറയണം. ആളുകളെ വീണ്ടും പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ഇവന്മാർ ഇങ്ങനെ ചെയ്താൽ അതിനെന്തെങ്കിലും നടപടി എക്സ്ട്രാ ആയിട്ട് ഇവന്മാരുടെ കാര്യത്തിൽ എടുക്കണം. ഈ പുനലൂരിലെ അഭയകേന്ദ്രത്തിലെ വൃദ്ധരുടെ അവസ്ഥ കേട്ടതിന് ശേഷം അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. ഇതിനിടയ്ക്ക് ഞാൻ ആ ഒരു കാര്യം കൂടെ പറയുകയാണ്. പൊന്നു മക്കളെ, ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ വീട്ടിലുള്ള കഞ്ഞിയും കൊടുത്ത് ഒരു മൂലയ്ക്ക് അതുങ്ങൾ കിടന്നോളും. ആരെയും കൊണ്ട് ഇങ്ങനെയുള്ള വൃദ്ധസദനങ്ങളിൽ തള്ളരുത്. എത്ര നന്നായിട്ട് നോക്കുന്ന ഇടങ്ങളൊക്കെയാണെന്ന് പറഞ്ഞാലും അവരങ്ങനെ ഒന്നും ചെയ്യില്ല. പുറമെയൊക്കെ എല്ലാവരും സന്തോഷവാന്മാരായിട്ടൊക്കെ കാണപ്പെടും. ചിലപ്പോൾ നല്ല തുണിയൊക്കെ എടുത്തു കൊടുത്ത് ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നതായിട്ട് കാണും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ കിടന്ന് നീറുകയാണ്. അവർ വിയർപ്പൊഴുക്കി അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിലായിരിക്കും മകനും മരുമകളും അല്ലെങ്കിൽ മകളും മരുമകനും ഒക്കെ സുഖിച്ച് കിടന്നുറങ്ങുന്നത്. അവർ ഒരു അന്തേവാസിയായിട്ട്, ഒരു അനാഥയായിട്ട് അല്ലെങ്കിൽ അനാഥനായിട്ട് മറ്റൊരാളുടെ കാരുണ്യത്തിൽ കഴിയുകയാണ്. പൈസ കൊടുത്ത് നമ്മൾ വല്ലയിടത്തും ചേർക്കുന്ന വല്ല വൃദ്ധസദനങ്ങളാണെങ്കിൽ പോലും അവർക്ക് ഒരു കാരണവശാലും മനസ്സമാധാനം കിട്ടില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നീറിപ്പിടയുകയായിരിക്കും. ഇവരെ നോക്കുന്ന ആളുകളാണെങ്കിലും സഹികെട്ടുള്ള അവസ്ഥയായിരിക്കും. ഈയിടെ ഒരു അനാഥാലയം നടത്തുന്ന ഒരു വ്യക്തി, വൃദ്ധസദനം നടത്തുന്ന ഒരു വ്യക്തി, അദ്ദേഹം പിരിവിന് വേണ്ടിയിട്ട് ഇവിടെ വന്നായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടിലാണ്. എന്തൊക്കെയോ ഇവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വേണം. സർക്കാർ തലത്തിൽ പരിശോധനകൾക്കൊക്കെ ആയിട്ട് ആള് വരും. അപ്പോൾ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കെട്ടിടം മാറണം, കെട്ടിടം ഫിറ്റ് അല്ല എന്നൊക്കെ തോന്നിയാൽ അത് മാറണം. അവർക്ക് വേണ്ട അത്യാവശ്യ സൗകര്യങ്ങളൊന്നും ഇല്ല എന്ന് തോന്നിയാൽ ഇതിൻ്റെ ലൈസൻസ് ഒക്കെ കട്ട് ചെയ്യും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇവർ പല മാനസിക ബുദ്ധിമുട്ടിലാണ്. അയാൾ പറഞ്ഞു വന്നപ്പോൾ ഇതുങ്ങളെല്ലാം എൻ്റെ തലയിലായി പോയില്ലേ, ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന ഒരു രീതിയിൽ സംസാരിച്ചു. അയാളുടെയും കുറ്റമല്ല. എല്ലാ ബുദ്ധിമുട്ടുകളും കൂടെ ഒന്നിച്ചു വരുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ നേരിടേണ്ടി വരുമ്പോൾ, ഇവർക്ക് ആഹാരം പോലും കൊടുക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ സർക്കാരിൻ്റെയോ മറ്റ് സംഘടനകളുടെയൊക്കെ ഭാഗത്ത് നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പോകും.
ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെയുള്ള ഒരാളുടെ കീഴിലാണ് ഈ അമ്മമാരും അച്ഛന്മാരും ഒക്കെ കിടക്കുന്നത്. എന്തൊരു കഷ്ടമാണത്. ഒന്നുമില്ലെങ്കിൽ നമ്മളൊന്നും ചിന്തിക്കേണ്ട. ശരിയാണ്, നമ്മൾ വളർന്ന് വലുതായി നമുക്ക് കുടുംബമൊക്കെ ആകുമ്പോൾ അവരൊരു ഭാരമായിട്ടൊക്കെ ചിലർക്ക് തോന്നിയേക്കാം. നമുക്ക് എവിടെയെങ്കിലും പോകാനുള്ള സ്ഥലത്ത് പോകാനൊക്കെ ഇല്ല, അമ്മയെ നോക്കണം അല്ലെങ്കിൽ അച്ഛനെ നോക്കണം. കിടപ്പിലായിട്ടുള്ള ആളാണെങ്കിൽ അവരെ നോക്കാൻ ആളെ നിർത്തണം. ആളെ നിർത്തിയാൽ അവർക്ക് മാസം 30,000 50,000 രൂപ ശമ്പളം കൊടുക്കണം. അതൊരു റിസ്ക് ആണ്. പിന്നെ എന്നാലും അവരെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാനൊരു ബുദ്ധിമുട്ട്. എങ്ങനെങ്കിലും എവിടെങ്കിലും കൊണ്ടങ്ങ് തള്ളിയാൽ മതി എന്നുള്ള ചിന്ത അങ്ങനെ ഒന്നും വരരുത്. സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ ഒരു ചിന്ത നമ്മളിൽ വന്നേക്കാം. എല്ലാവരും മനുഷ്യരാണ്. നമ്മുടെ സൗകര്യത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാം. വരുന്ന ആ സമയത്ത് തന്നെ അതിനെ പിഴുതങ്ങെറിഞ്ഞേക്കണം. അച്ഛനെയോ അമ്മയോ ഒഴിവാക്കിയിട്ടുള്ള സൗകര്യവും സന്തോഷവും നമുക്ക് വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കണം. അല്ലേ? നമ്മളുടെ ജീവൻ എന്താണോ അതിന് കൊടുക്കുന്ന അതേ ഒരു പ്രാധാന്യം നമ്മുടെ അച്ഛനമ്മമാർക്ക് നമ്മൾ കൊടുക്കണം. മരുമക്കളാണെങ്കിലും അമ്മായിയമ്മയാണ് അമ്മായി അച്ഛനാണെന്ന് കരുതി അവരെൻ്റെ ആരും അല്ലല്ലോ എന്നൊരു ചിന്ത വരരുത്. അവർക്കും ഒരു യൗവനം ഉണ്ടായിരുന്നു. ആ യൗവനം അവരാർക്ക് വേണ്ടിയാണ് ചെലവഴിച്ചത് എന്ന് ഓർക്കണം. അവരുടെ മക്കൾക്ക് വേണ്ടിയാണ്, അല്ലേ? അവരധ്വാനിച്ചത് അവരുടെ മക്കൾക്ക് വേണ്ടിയാണ്. എല്ലാവർക്കും ഈ ഒരു അവസ്ഥ വരും. നമ്മളെല്ലാവരും എപ്പോഴും യുവാക്കളും യുവതികളുമായിട്ടും ഇരിക്കത്തില്ല. നമ്മളെല്ലാം പ്രായമാവും. അപ്പോൾ അവർക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ എന്താണോ കൊടുത്തത്, എങ്ങനെയാണോ അവരെ നമ്മൾ പരിചരിച്ചത്, അതുപോലെ ആയിരിക്കും നമ്മുടെ തലമുറ, നമ്മുടെ കുട്ടികൾ നമ്മളോടും പെരുമാറുന്നത്. ആ ഒരു കാര്യം മാത്രം മനസ്സിൽ വെച്ചാൽ മതി. നമുക്കിപ്പോൾ തന്നെ നമ്മുടെ പഴയ തലമുറയ്ക്കൊക്കെ വീണ്ടും അവരൊരു 70-80 വയസ്സ് വരെയൊക്കെ പയറുപോലൊക്കെ നടന്നു. നമുക്കൊക്കെ ഇപ്പോഴേ 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇല്ലാത്ത രോഗങ്ങളില്ല. ശരീരവേദന, നടുവേദന, വിറ്റാമിനുകളുടെ കുറവ്, നമ്മുടെ ആരോഗ്യമൊക്കെ ദിവസം പ്രതി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നും നല്ല ആരോഗ്യമുള്ള ആളുകളല്ല. ഒരുപാട് വലിയ വലിയ രോഗങ്ങൾ ഇന്ന് പിടിപെടുന്നുണ്ട്. നമുക്കൊന്നും നല്ല ഭക്ഷണ സംസ്കാരം പോലും ഇപ്പോൾ വശമില്ല. നമ്മുടെ മുൻ കാലങ്ങളിൽ ജീവിച്ചിരുന്നവർക്ക് അതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഇതുവരെയെങ്കിലും ജീവിച്ചു പോന്നു. പക്ഷെ നമ്മുടെയൊക്കെ അവസ്ഥ ഇതിനേക്കാൾ ദയനീയമായിരിക്കും എന്ന് കൂടി ചിന്തിക്കണം. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെയൊന്നും പെരുമാറാൻ തോന്നില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, നമ്മുടെ പ്രായമായ അച്ഛനമ്മമാരെയൊക്കെ ഒരു വൃദ്ധസദനത്തിലാക്കിയിട്ട് അവിടെയുള്ളവന്മാർ ലൈംഗികമായിട്ടൊക്കെ അത് ചൂഷണം ചെയ്യുന്ന കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ആലോചിക്കാൻ പോയിട്ട് നമ്മുടെ ദുസ്വപ്നത്തിൽ പോലും നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ അനുഭവിക്കുന്ന ആ മാതാപിതാക്കളുടെ അവസ്ഥ, അവർ നമ്മളെ മനസ്സറിഞ്ഞ് ശപിച്ചില്ലെങ്കിലും അവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണാൽ അത് മതി നമ്മുടെ ജീവിതത്തെ ചാമ്പലാക്കാൻ. അതിന് അത്രത്തോളം പവറുണ്ട്. അത് തീയാണ്. ആ കണ്ണുനീരിൻ്റെ ചൂടിന് നമ്മുടെ ജീവിതത്തെ എരിച്ചു തീർക്കാനുള്ള അത്രയും ശേഷിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇത്തരം പാവങ്ങളോട് ഇന്നലെയും ഞാൻ പറഞ്ഞ കാര്യം ആവർത്തിക്കുകയാണ്. ഒന്ന് എതിർക്കാൻ പോലും ശേഷിയില്ലാത്ത, നേരെ നിന്ന് ഒന്ന് തള്ളി മാറ്റാൻ പോലും ശേഷിയില്ലാത്ത നിസ്സഹായരായിട്ടുള്ള വൃദ്ധരോട്, ഇതൊക്കെ ചെയ്യുന്നവന്മാരോട് ദൈവം ചോദിക്കുന്നതിനൊപ്പം തന്നെ നിയമവും കൃത്യമായിട്ട് ചോദിക്കണം. ഇവന്മാരെ തെളിവെടുപ്പിനോ അല്ലെങ്കിൽ വൈദ്യപരിശോധനയ്ക്കോ ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇവന്മാർക്ക് അമിത സംരക്ഷണം കൊടുക്കുന്ന രീതി അങ്ങ് പോലീസുകാരും നിർത്തണം. ഇവർ പൊതുജനങ്ങളോടോ മാധ്യമപ്രവർത്തകരോടോ ഇങ്ങനെ തോന്നിയാസങ്ങൾ കാണിച്ചാൽ, നേരെ തുപ്പുകയോ തെറി വിളിക്കുകയോ ഒക്കെ ചെയ്താൽ ആ സ്പോട്ടിൽ തന്നെ അതിനുള്ള ശിക്ഷ ഇവന്മാർക്ക് കിട്ടത്തക്ക രീതിയിലും നടപടികൾ കൈക്കൊള്ളണം എന്ന് താഴ്മയായിട്ട് അപേക്ഷിച്ചു കൊള്ളുന്നു. ഈ വീഡിയോ കണ്ടപ്പോൾ വല്ലാത്തൊരു പ്രഷർ കയറി. ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണെന്ന് കരുതുന്നു. എന്നാലും എൻ്റെ ആ ഒരു വികാരം പറഞ്ഞു തീർക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഇത്രയും സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയോടുള്ള പ്രതികരണം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതൂ.